ടി ജി ബംഗാളിൽ ഇപ്പോൾ കാണുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കും അതിർത്തിയിലേക്കുമൊക്കെ ആളുകളിങ്ങനെ പോകുന്നു. അപ്പോൾ അതിൽ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ്, അപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, പക്ഷേ ഇപ്പോൾ ഇവർ പോകാൻ പറയുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ തന്നെ സമ്മതിക്കുകയാണ് അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെന്ന്. അപ്പോൾ പലപ്പോഴും ഈ സുവേന്ദു അധികാരിയെ പോലുള്ളൊരു ഭരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരാത്തത് കൊണ്ടായിരുന്നോ ഇത്രയും ഇങ്ങനെയൊരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ഇതുണ്ടായത്? ഉറപ്പായിട്ടും ഈ SIR വന്നപ്പോൾ ഒരുപാട് പേര് പോയി തിരിച്ച് ബംഗ്ലാദേശിലേക്ക്. അപ്പോൾ അന്ന് മമതാ ബാനർജി പറഞ്ഞു നിങ്ങൾ പോകണ്ട, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ പിടിച്ചു നിർത്തി. മമതാ ബാനർജി തോറ്റു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്. അതിലെല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമല്ല കേട്ടോ, ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തി. ഈ ഇല്ലീഗൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനായിട്ട് ഓരോ സ്റ്റേറ്റിലും അത് പരിശോധിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ഉണ്ട്, അതിൽ റിട്ടയർഡ് വെരി ഹൈ റാങ്കിങ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, സെർവിങ് ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്. ഇവരെയൊക്കെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി പുള്ളി അത് പരസ്യപ്പെടുത്തി. ആ പരസ്യപ്പെടുത്തി അത് ഡൗൺ ദ ലൈൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞ 24 പർഗാനാസിൽ ഹാഷിംപൂർ, ജയനഗർ ഇങ്ങനെ ചെറിയ ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു നദിയുണ്ട്. നദി ഉണങ്ങിക്കിടക്കുകയാണ്, ഇപ്പോൾ ചൂടുകാലമാണ്. അപ്പോൾ അല്പം ചതുപ്പ് മണൽ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഭാരതപ്പുഴ ഉണങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു കിടപ്പ്. ഒരു 50 മീറ്ററേ ഉള്ളൂ അവിടെ വീതി. 50 മീറ്ററിന് അപ്പുറത്ത് കിഴക്ക് ബംഗ്ലാദേശ്, പടിഞ്ഞാറ് ഭാരതം. ഇതിലെയാണ് ഇവർ വരുന്നതും പോകുന്നതല്ല. അപ്പോൾ അവിടെ ഇവരെല്ലാം ഓടിക്കൂടി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അവിടെ ചെക്ക് പോസ്റ്റ് സംവിധാനമൊക്കെ ഉണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഓരോരുത്തരുടെയും കടലാസുകൾ പരിശോധിക്കുന്നു. ഒരുപാട് പേർക്ക് ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, ഇലക്ഷൻ ID കാർഡുണ്ട്, ഒക്കെ ഉണ്ട്. അവർ ബംഗ്ലാദേശികളാണെന്ന് പറയുന്നു. ഞാനിത് ഇവർ പോകുന്നതിൻ്റെ വീഡിയോസ് എടുത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ കുറേ ഒരെണ്ണത്തിൽ എൻ്റെ കണ്ണുടക്കിയത് ഒരു പയ്യൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, അവനോട് ചോദിക്കുന്നത്, അവൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ്. 11 മാസം മുമ്പ് മറ്റോ അവൻ വന്നു. 5000 രൂപ ഏജൻറ്റിന് കൊടുത്തിട്ടാണ് ഇക്കരെ കയറ്റി വിട്ടത്. ഇവിടെ വന്നിട്ട് അവൻ കേരളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഞാൻ തിരിച്ചു പോയില്ല, ഇപ്പോൾ പരുവക്കേടാണെന്ന് തോന്നിയിട്ട് ഞാൻ തിരിച്ച് ബംഗ്ലാദേശിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ബംഗാളിയുടെ ശരീരഘടനയും മുഖവും ഒക്കെയാണ്. അപ്പോൾ കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു ശതമാനം ബംഗ്ലാദേശികളായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതാണ് ഈ പോയ ബംഗാളികളെല്ലാം തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നുണ്ടല്ല. അതിൻ്റെ കാരണം ഇതാണ്, കൂടുതലും ബംഗ്ലാദേശികളായിരുന്നു. നമ്പർ 2 പിന്നെ ഇതുണ്ട്, ഈ സുവേന്ദു അധികാരി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പൂട്ടിക്കിടക്കുന്ന CPM പൂട്ടുകയും TMCയും അതിൻ്റെ പുറത്ത് അടുത്ത പൂട്ടിടുകയും ചെയ്ത ഒരുപാട് വ്യവസായങ്ങളുണ്ട്. 10-35,000 ചെറുകിട വ്യവസായങ്ങളുണ്ട്. അതൊക്കെ തുറക്കാൻ പോകുന്നു എന്നൊരു ശ്രുതി, തുറന്നിട്ടൊന്നുമില്ല, ഒരു ശ്രുതി അങ്ങ് പരന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്ത് അവിടെ പൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ കൂടെ കേരളത്തിലേക്കൊക്കെ വന്നത്. അപ്പോൾ അത് തുറക്കുകയാണെങ്കിൽ ആശ്വാസമായല്ലോ. ഇപ്പോൾ തുറക്കും, നാളെ തുറക്കാം, ഇന്നലെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് അങ്ങനെ നിൽക്കുന്ന റിയൽ ബംഗാളികൾ. മറ്റത് ബംഗ്ലാദേശികൾ വാസ്തവത്തിൽ അവർക്കൊരു പരിഭ്രമം പോലും ഇല്ല കേട്ടോ. കാരണം ഞാൻ ബംഗ്ലാദേശിയാണെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അപ്പോൾ സുവേന്ദു അധികാരി റോഡിലാണ് ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നത്. സുവേന്ദു അധികാരി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളാണ്, മനസ്സിലായില്ലേ, പക്ഷേ നിങ്ങൾ മറ്റ് രാജ്യമായി നമ്മൾ പാർട്ടീഷൻ ചെയ്ത് നിങ്ങൾ അപ്പുറത്തെ ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം. അവിടെയുള്ളവർ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെ എടുത്തോളാം. അവരുടെ അതിന് അതോറിറ്റിയുണ്ട്, BGB എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിൻ്റെ, അവർ സമ്മതിച്ചിട്ടുണ്ട്
ഞങ്ങളുടെ പൗരന്മാരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് വിട്ടോ. ഇതുപോലെ നമ്മുടെ പൗരന്മാർ അവിടെ കുടുങ്ങിയവരുണ്ട്, മനഃപൂർവ്വമല്ല, കുടുങ്ങിപ്പോയവരാണ്. അവരെ ഇങ്ങോട്ട് നമ്മളും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഭരണം മാറി ഒരു സ്റ്റെബിലിറ്റി വന്നില്ല. ബംഗ്ലാദേശികൾ തിരിച്ചു പോകാനുള്ള മൂന്നാമത്തെ കാരണം അതാണ്. അവരുടെ നാട്ടിലൊരു സ്റ്റെബിലിറ്റി വന്നു. സ്റ്റെബിലിറ്റി ഇല്ലാഞ്ഞിട്ടാണ് ഇവൻ കുഞ്ഞുകുട്ടിപ്പൻ അതിനുവേണ്ടി മനസ്സമാധാനം കിടക്കപ്രതിയില്ല. അതുകൊണ്ട് നദിയും കടന്ന് കൈക്കൂലിയും കൊടുത്ത് എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് കിടക്കാൻ സമാധാനമായിട്ട് തലചായ്ക്കുവാൻ വിചാരിച്ചു വന്നവനാണ്. അവന് ഭാരതത്തിന് പാരവഹിക്കണമെന്നൊന്നും ഇതില്ല, ജീവനും കൊണ്ടുകൂടി വന്നതാണ്. അപ്പോൾ അവൻ തിരിച്ചു പോകാൻ തയ്യാറായി. ഇപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല, നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ശരി, നിന്നെ വിടാം. സുവേന്ദു പറഞ്ഞു, ഞാൻ ഡിറ്റൻഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ഈ 3 കാര്യം ഞാൻ ഉറപ്പിക്കും. നിങ്ങളുടെ പരിശോധന കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുന്നവരെ എവിടെയെങ്കിലും കിടക്കണ്ടേ. അപ്പോൾ ഈ 3 കാര്യവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മളൊക്കെ ബന്ധുക്കളാണ്. ഒളി തിങ്, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത്, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തുമാണ് താമസിക്കേണ്ടത്. ഇനി ഇതും കഴിഞ്ഞിട്ട് ഇതിനകത്ത് അൺഓതറൈസ്ഡായിട്ട് കുറച്ച് പേരുണ്ടാകും. അപ്പോൾ അവരെ നമ്മൾ രാത്രിയിൽ, ഇതെല്ലാം പകലാണ് ഇവരെ തിരിച്ചുവിടുന്നത്. അതും സുവേന്ദു പറഞ്ഞു, രാത്രിയിൽ കൈക്കൂലി കൊടുത്ത് ആണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. പകൽ ഒരു കൈക്കൂലിയുമില്ലാതെ നെഞ്ചും വിരിച്ച് നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തേക്ക് കയറിപ്പോവാം. രാത്രിയിലുള്ള ഏർപ്പാട്, വൈകുന്നേരം 5 മണിക്ക് ഡീപ്പോർട്ടേഷൻ നിർത്തും, പിന്നെ നാളെ രാവിലെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. ആൾ ബംഗ്ലാദേശിയാണ്, പക്ഷേ റെക്കോർഡൊന്നും നേരെ ജോലിയില്ല. അങ്ങനെയുള്ളവരെ ഇന്ത്യയും ബംഗ്ലാദേശും അഗ്രീകരിക്കുകയാണ്, രാത്രിയിൽ നിങ്ങൾ കയറ്റി അങ്ങ് വിടുക, അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോളും, വന്ന പോലെ തന്നെ നീ പൊക്കോടാന്ന് പറയുക. രാത്രിയിൽ വന്നവനോട് രാത്രിയിൽ പോകാൻ പറയും. അത് ഈ കരാറിലെങ്ങുമില്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരാറിലെങ്ങും അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. റിഫ്ലക്റ്റ് ചെയ്യാത്ത കുറേ പേര് ഉണ്ടാവും. ഇത് കൂടാതെയുള്ള കോടാലിയാണ് മറ്റവൻ, ആര്, റോഹിംഗ്യ. അത് വേറൊരു ദുരിതം. അവനെ എടുക്കാൻ ബംഗ്ലാദേശിന് മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് 5 ലക്ഷമോ 10 ലക്ഷമോ മറ്റോ റോഹിംഗ്യ അവിടെ ഓൾറെഡി ഉണ്ട്. ഒറിജിനൽ ബംഗ്ലാദേശിയെ വെല്ലുന്ന ചരക്കാണ് ഈ റോഹിംഗ്യ. ഇവൻ്റെ എണ്ണം കൂടുന്തോറും ബംഗ്ലാദേശിൽ കിടക്കപ്രതിയില്ലാതെയാവും. അതുകൊണ്ട് റോഹിംഗ്യയെ ഞങ്ങൾ എടുക്കില്ല. അല്ല, നിങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവനെ എവിടെ കളയാനാണ്? വല്ല തോട്ടിലും കൊണ്ട് കളയിടും. അവൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നല്ലേ കയറി വന്നത്, അവിടെ തന്നെ കൊണ്ടുപോയി തള്ളിയേക്ക്. നമുക്കങ്ങനെ കടലിൽ തള്ളാൻ പറ്റും ആൾക്കാരെ. ഏതായാലും റോഹിംഗ്യ തൽക്കാലം എടുക്കുന്നത് ബംഗ്ലാദേശ് തന്നെയാണ്. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഈ ഡീപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ കാര്യമല്ല എന്നൊരു ബോധ്യം ആൾക്കാരുടെ ഇടയ്ക്ക് ഉണ്ടാകും. ഇന്ത്യക്കാരുടെ ഇടയ്ക്കും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇടയ്ക്കും ഒക്കെ ഡീപ്പോർട്ടേഷൻ ഒരു ലെജിറ്റിമേറ്റ് ഓപ്പറേഷനാണ്. നമുക്ക് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് നമ്മൾ കയറി എന്താ ചെയ്യുക? നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടും. ഈ ഇറക്കി വിടുന്നത് ഒരു അപമാനം. ആ ഇറക്കി വിടൽ എന്നുള്ള വാക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നമാകുന്നത്. അങ്ങനെയല്ല, നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് അനധികൃതമായിട്ട് ഒരു സ്ഥലത്ത് കയറി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. വസ്തുവൊക്കെ ഇല്ല. ചിലപ്പോൾ നമ്മൾ വേലി കെട്ടുമ്പോൾ പുറമ്പോക്കിലേക്ക് കയറിപ്പോയി, മനഃപൂർവ്വമല്ല, കയറിപ്പോയി. അപ്പോൾ എന്താ ചെയ്യുക? വേലി പൊളിച്ചിട്ട് പുറകോട്ട് മാറ്റി കെട്ടണം. അതിൽ അഭിമാന പ്രശ്നമോ സംഗതിയോ ഒന്നുമില്ല. ഇത് കണ്ടുപിടിക്കാനാണ് ഈ കമ്മിറ്റി. അതായത് സഡൻ ഡെമോഗ്രാഫിക് അപ്സർച്ച് എവിടെയൊക്കെ വന്നിട്ടുണ്ട് നോക്കിയിട്ട് അതെല്ലാം ഈ നുഴഞ്ഞു കയറ്റക്കാരാവാൻ സാധ്യതയുണ്ട്. അവരാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്നൊരു സ്ഥലത്തെ ജനസംഖ്യ കുറയുന്നു, ഒരു ജില്ലയിലെ ജനസംഖ്യ കൂടുന്നു, ബാക്കി ജില്ലകളൊക്കെ നോർമലായിട്ടിരിക്കുന്നു. ഇങ്ങനെ കൂടാൻ കാര്യം എന്താ? അപ്പോൾ ആരോ പുറത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. ഈ ലോജിക്ക് വെച്ചിട്ട് അന്വേഷിച്ച് ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. 5, 8, 10 വർഷം എടുക്കുന്ന പ്രോസസ്സാണ്. അതിൽ അമിത്ഷാ പറയുന്നുണ്ട്, ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കാണുന്നു അതിനെ പൊതുവായി? അയ്യോ, അത് സത്യമല്ലേ? അത് CAA സമരകാലത്ത് നമ്മൾ കണ്ടതാണ്. എവിടെയൊക്കെയാണോ ഈ അൺബാലൻസ്ഡ് ഡെമോഗ്രഫി ഉള്ളത് എന്ന് വെച്ചാൽ, പ്ലെയിനായിട്ട് പറഞ്ഞാൽ മുസ്ലിം
ജനസംഖ്യ കൂടുതലുള്ളത്. അവിടെയായിരുന്നു ഡിസ്റ്റർബൻസ് കൂടുതൽ. പിന്നെ അവർ അത് ഓർഗനൈസ് ചെയ്ത് ഡൽഹിയിൽ ഏറ്റവും വലിയ സമരമാക്കി എന്നേ ഉള്ളൂ. അതർവൈസ് ഡിസ്റ്റർബൻസ് കൂടുതൽ ഈ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏരിയയിലായിരുന്നു. ഇപ്പോൾ അത് ഡിസ്റ്റർബൻസായിട്ട് കാണപ്പെടുന്നില്ല. ബട്ട് പൊട്ടൻഷ്യലി ഒരു ഡേഞ്ചറസ് ആയ സിറ്റുവേഷനാണ് ഈ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. അതിന് കാരണം മുസ്ലിം സമുദായം അനാവശ്യമായിട്ട് അവർ ലോക മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാലസ്തീനാണ് അവരുടെ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത ഒരു തരം തീവ്ര ചിന്താഗതിയിൽ ക്രോസ് ബോർഡർ ലോയൽറ്റിയിലേക്കൊക്കെ പോകുന്നു. അതേ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മര്യാദയ്ക്കാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല.